പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട ആൾക്കാർ തന്നെ പരസ്പരം രണ്ട് അഭിപ്രായങ്ങളാണ് വരുന്നത്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അവര് തമ്മിൽ എന്റെ ജാതിയുടെ പേരിലും എന്റെ മതത്തിന്റെ പേരിലൊക്കെ തമ്മിൽ തല്ലിക്കിടന്ന് അടിയോടടിയാ. അപ്പൊ ചേട്ടനോട് പറഞ്ഞു, നീ റിപ്ലൈ കൊടുക്കാൻ പോയാൽ നിന്റെ അടിയിൽ വന്നിട്ട് നിന്നെ തെറി വിളിക്കും, നീ എന്തിനാ മോളെ വെറുതെ ആവശ്യമില്ലാത്ത പഠിക്കുന്നത്, ഒരു പോസ്റ്റ് ഇടുക, അവിടുന്ന് തിരിഞ്ഞു വരിക എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് നല്ല റീച്ച് ഉണ്ട്, അത്യാവശ്യം ഫോട്ടോസൊക്കെ ആണെങ്കിലും വീഡിയോസൊക്കെ ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ഉണ്ട്. അങ്ങനെ എല്ലാം കത്തി കയറുന്നുണ്ട്. ഇപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ തുണിയുടെ അളവ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് തിങ്ക് പോയത് എങ്ങനെയാ? അതായത് അവള് പോക്കാണ് എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ എത്രയോ നമ്മൾ ചിലപ്പോ ഇപ്പം ഫുൾ ഡ്രസ്സ് ഇട്ട് ഫുൾ സാരി ഉടുത്ത് അല്ലെങ്കിൽ ഫുൾ പർദ്ദ ഇട്ട് നടന്നാലും അവൾ കൊള്ളില്ല എന്നുള്ള ഒരു പെണ്ണിന്റെ ഹസ്ബൻഡ് ഇട്ടേച്ച് പോയി ആ പെണ്ണ് ഒറ്റയ്ക്ക് ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ പറയില്ലേ വന്നിട്ട്, നാലിൽ ഒരു ഫ്രണ്ട്സിന് ആ വീട്ടിൽ കയറി വരാൻ പറ്റുമോ? ഇതവിടെ മറ്റേതാ. അല്ലെങ്കിൽ ഒരു പെണ്ണ് ഇച്ചിരി രാത്രി ഒരു 9:30-10 മണിയാകുമ്പോൾ ഒരു നാട്ടിൻപുറത്തുനിന്ന് ജോലിക്ക് പോയിട്ട് ആ പെണ്ണ് തിരിച്ച് വന്നു കഴിയുമ്പോൾ ആ പെണ്ണിനെ പറയും, ഇവിടെ വേറെ എവിടെയോ പോയിട്ട് വന്നാന്ന് പറയില്ലേ. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു ഷോർട്സ് ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പറയാതിരിക്കുമോ?